വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്നൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? ഇങ്ങനെ ഉള്ളിവട ഉണ്ടാക്കി വെക്കാം. ഉള്ളിവട തന്നെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉള്ളി മുറിച്ചിട്ടിട്ട് ഉപ്പ് പെരക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നേ. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ മുറിച്ചിട്ട് ഉപ്പ് തിരുമ്മി വെച്ച ഉള്ളിയാണിത്. ഇനി നമുക്ക് ഇതിനുള്ള മാവ് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി ഇടണം. രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പില ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, നമുക്ക് ഇതൊക്കെ കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അധികം ലൂസായി പോകാൻ പാടില്ല. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. കൈ കൊണ്ട് തിരുമ്മി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാരും ചേർക്കുമെന്ന് എനിക്കറിയില്ല, എന്നാൽ നമുക്ക് ഒരു ഇത്തിരി അരിപ്പൊടി ഇത് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഉള്ളി മുറിച്ചിട്ട് അത് ഉപ്പ് പെരക്കി വെച്ചതാണ്. നമുക്കത് ചേർത്തിട്ട് ഉപ്പ് അളവ് നോക്കിയിട്ട് പാകമായില്ലെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതാ ഈ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് വറക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് അതൊന്ന് ചൂടാകാൻ വെക്കാം. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായി വന്നിട്ട് നമുക്ക് വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഇപ്പൊ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കയ്യിലിങ്ങനെ എണ്ണ തടവി കുറച്ച് തൈരെടുത്തിട്ട് ഇങ്ങനെ ആക്കി ഇട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആയിട്ട് നമുക്ക് എടുത്ത് നോക്കാം.
ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വടയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ. അടുത്ത വീഡിയോ കാണാം.